രാജസ്ഥാൻ ടീമിന് ഏറ്റവും അധികം പിഴവുകൾ സംഭവിച്ച മത്സരമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്നത്. മത്സരത്തിൽ രാജസ്ഥാൻ സൂപ്പർ ഓവറിൽ ഒരു പരാജയത്തിലേക്ക് നീങ്ങിയപ്പോൾ നായകൻ സഞ്ജു സാംസണും പരിശീലകനായ രാഹുൽ ദ്രാവിഡും ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് സൂപ്പർ ഓവറിൽ രാജസ്ഥാൻ നടത്തിയ നീക്കങ്ങൾ തന്നെയാണ്. മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കിയ ജയ്സ്വാളിനെയും നിതീഷ് റാണയെയും സൂപ്പർ ഓവറിൽ നിന്നും മാറ്റി നിർത്തി അവസാന ഓവറിൽ മോശം ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഹെറ്റ്മയറെയും റിയാൻ പരഗിനെയും ബാറ്റിംഗിന് ഇറക്കാനുള്ള രാജസ്ഥാന്റെ തീരുമാനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നായകനായ സഞ്ജു സാംസൺ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു മോശം തീരുമാനം രാജസ്ഥാൻ കൈക്കൊണ്ടത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മത്സരത്തിൽ രാജസ്ഥാന്റെ ഇന്നിംഗ്സിലെ അവസാന ഓവർ എറിഞ്ഞത് മിച്ചൽ സ്റ്റാർക്കായിരുന്നു. വളരെ മികച്ച രീതിയിൽ ആ ഓവർ എറിയാനും രാജസ്ഥാനെ പിടിച്ചുകെട്ടാനും സ്റ്റാർക്കിന് സാധിച്ചു. ഈ സാഹചര്യത്തിൽ സൂപ്പർ ഓവറും എറിയുന്നത് മിച്ചൽ സ്റ്റാർക്കായിരിക്കുമെന്ന കാര്യം രാജസ്ഥാൻ ടീമിന് ഉറപ്പായിരുന്നു. ഈ സാഹചര്യത്തിൽ സ്റ്റാർക്കിനെതിരെ അവസാന ഓവറിൽ നന്നായി ബുദ്ധിമുട്ടിയ ഹെറ്റ്മയറെയും വീണ്ടും മൈതാനത്തിറക്കാനുള്ള രാജസ്ഥാന്റെ തീരുമാനം വലിയൊരു ബ്ലണ്ടർ ആയിരുന്നു. മാത്രമല്ല, മത്സരത്തിൽ മൂന്നാമനായി ഇറങ്ങി 11 പന്തുകളിൽ 9 റൺസ് മാത്രം നേടിയ റിയാൻ പരഗിന് സൂപ്പർ ഓവറിൽ എന്ത് റോളാണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യവും നിലനിൽക്കുന്നു. ഈ രണ്ട് ബ്ലണ്ടറുകളുമാണ് രാജസ്ഥാനെ മത്സരത്തിൽ പരാജയത്തിലേക്ക് നയിച്ചത്. സ്റ്റാർക്കിനെതിരെ മത്സരത്തിൽ അങ്ങേയറ്റം മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാറ്റർ ജയ്സ്വാൾ ആയിരുന്നു. സ്റ്റാർക്കിന്റെ ആദ്യ ഓവറിൽ തന്നെ 2 ബൗണ്ടറികളും 1 സിക്സറും തുടരെ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ സൂപ്പർ ഓവറിൽ ബാറ്റിങ്ങിന് ഇറക്കണമെന്ന അഭിപ്രായവും ശക്തമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് രാഹുൽ ദ്രാവിഡ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകാതിരുന്നത് എന്നാണ് ആരാധകരുടെ സംശയം. ഇക്കാര്യത്തിൽ ഇന്ത്യൻ താരം പുജാര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മിച്ചൽ സ്റ്റാർക്കിനെതിരെ മൈതാനത്ത് അങ്ങേയറ്റം മികച്ച രീതിയിൽ പോരാട്ടം നയിച്ച ബാറ്ററാണ് ജയ്സ്വാൾ. അതുകൊണ്ട് തന്നെ സൂപ്പർ ഓവറിൽ അവൻ ആരംഭിക്കണമെന്നാണ് ഞാൻ കരുതിയത്. കാരണം സ്റ്റാർക്കിനെതിരെയുള്ള അവൻ്റെ റെക്കോർഡ് അവിസ്മരണീയം തന്നെയായിരുന്നു, പുജാര പറയുകയുണ്ടായി. ഒപ്പം സൂപ്പർ ഓവറിൽ ജോഫ്ര ആർച്ചർക്ക് പകരം സന്ദീപ് ശർമ്മയ്ക്ക് ബോൾ എറിയാൻ അവസരം കൊടുത്ത രാഹുൽ ദ്രാവിഡിൻ്റെയും സഞ്ജുവിൻ്റെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ IPL സീസണിൽ ഒരുപാട് തവണ തന്ത്രങ്ങൾ പാളിയ കോച്ച് തന്നെയാണ് രാഹുൽ ദ്രാവിഡ്. ആദ്യം ദ്രാവിഡിൻ്റെ തന്ത്രങ്ങൾ പാളിയത് IPL ലേലത്തിലായിരുന്നു. ജോസ് ബട്ട്ലറെയും ചഹലിനെയും പോലെയുള്ള താരങ്ങളെ ലേലത്തിലേക്ക് വിട്ടു നൽകി ജൂറലിനെ പോലെയുള്ള താരങ്ങളെ ടീമിൽ നിലനിർത്താനുള്ള തീരുമാനം ആദ്യമേ പിഴച്ചു. മാത്രമല്ല, ലേലത്തിൽ നിന്ന് ജോസ് ബട്ട്ലറുടെ അടക്കം പകരക്കാരെ കണ്ടെത്തുന്നതിലും രാജസ്ഥാൻ പരാജയപ്പെട്ടു. ഇതൊക്കെയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശേഷമാണ് ഇപ്പോൾ മൈതാനത്ത് മോശം തീരുമാനങ്ങൾ കൊണ്ട് രാജസ്ഥാൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഇത്തരം തീരുമാനങ്ങൾ മൂലം നിരന്തരമായ പരാജയമാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഇത് സഞ്ജുവിൻ്റെ കരിയറിനെയും വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.